സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓർക്കണം, ലൈക്ക് എടുക്കണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടിട്ടുള്ളത് ഐ ആം നോട്ട് ഓൺ ഡയറ്റ്, ഐ ആം ഈറ്റിംഗ് ഹെൽത്തി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 റെസിപ്പീസാണ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒരു അടയ്ക്കാപ്പഴം വെച്ചിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയും പിന്നെ അമൃത ആരോഗ്യ മിക്സ് അത് വെച്ചിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ അടയ്ക്കാപ്പഴം പേരയ്ക്ക എന്നൊക്കെ പറയും, ഞങ്ങളുടെ അടയ്ക്കാപ്പഴം എന്നാണ് പറയാം. അപ്പോൾ അത് വെച്ചിട്ടുള്ള ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ആദ്യം 2 അടയ്ക്കാപ്പഴം എടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി പഴുത്തതും ഒന്ന് കുറച്ച് പഴുപ്പ് കുറവുള്ളതുമാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ബ്ലെൻഡറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടത് അടിച്ചെടുക്കാം, പേസ്റ്റ് പോലെ നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു അരിപ്പ് വെച്ചിട്ട് അതിലെ കുരുകളെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാലെടുക്കുന്നുണ്ട്. നല്ല ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടാക്കി വെച്ച പാലാണ്. ആ പാലെടുത്തിട്ട് നമ്മൾ ഈ അടയ്ക്കാപ്പഴം അടിച്ചെടുത്ത അതേ ബ്ലെൻഡറിൽ തന്നെ പാലും ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് പാലടിച്ചതിന് ശേഷം ഈ പാലും നമ്മൾ അടിച്ചു വെച്ച അടയ്ക്കാപ്പഴത്തിൻ്റെ മിക്സും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഓരോരുത്തർക്ക് ചിലപ്പോൾ കട്ടി ഉള്ള ജ്യൂസ് കഴിക്കാറ് ഇഷ്ടം, ചിലർക്ക് കട്ടിയില്ലാത്ത ജ്യൂസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിന് ഇരട്ടി ഹെൽത്തി ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അടയ്ക്കാപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ ഷുഗറൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ മെൻസ്ട്രേഷൻ പീരീഡിൽ സ്ത്രീകൾക്കുള്ള മെൻസ്ട്രേഷൻ പീരീഡിലെ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കും അടയ്ക്കാപ്പഴം. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ വെയിറ്റ് ലോസ്, നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആൾക്കാർക്ക് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ്. ഷുഗർ അവോയ്ഡ് ചെയ്താൽ മതി, ഒഴിവാക്കിയാൽ മതി. പിന്നെ നമ്മളെ പ്രതിരോധശേഷി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അടയ്ക്കാപ്പഴം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അടയ്ക്കാപ്പഴം. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരുപാട് അതിന് ഇരട്ടി ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അടയ്ക്കാപ്പഴം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ജ്യൂസാണ് അടയ്ക്കാപ്പഴം ജ്യൂസ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പി നോക്കാം. നമ്മൾ അംഗനവാടികളിൽ നിന്ന് കിട്ടുന്ന ആരോഗ്യ മിക്സ് കൊണ്ടൊരു ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് അരി വറുത്തെടുത്തിട്ടുണ്ട്. ആ അരി നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വല്ലാണ്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആരോഗ്യ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ മിക്സും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യ മിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമുക്ക് അംഗനവാടികളിൽ കുട്ടികൾക്കും പിന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ഒരു പൊടിയാണ്. അപ്പോൾ അതിലെന്ന് പറയുന്നത് കടലപ്പരിപ്പുണ്ട്, നിലക്കടലുണ്ട്, സോയ ഉണ്ട്,
പിന്നെ കുറച്ച് പഞ്ചസാര, ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു പൊടിയാണ്. അപ്പോൾ വണ്ണം കൂട്ടാനുള്ള സഹായിക്കുന്ന ഒരു പൊടിയാണ് ആരോഗ്യ മിക്സ് കേട്ടോ. നമ്മൾ ഫാറ്റല്ല, നല്ലൊരു ഹെൽത്ത് കൊടുക്കുന്ന ഒരു പൊടിയാണ് ആരോഗ്യ മിക്സ്. അപ്പോൾ ഇതും കൂടി ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, നെയ്യ് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ബദാം, കശുവണ്ടി പൊടിച്ചതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലൊരു മുറി തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ ഇട്ടു? ആരോഗ്യ മിക്സിൻ്റെ ആ പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യം അരി വറുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ആരോഗ്യ മിക്സ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് മാറ്റി അതേ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ബദാമും കശുവണ്ടിയും പൊടിച്ചതും പിന്നെ ഒരു മുറി തേങ്ങ ചിരവിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അതൊക്കെ നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മൾ ആരോഗ്യ മിക്സ് മറ്റേ ഈ വറുത്ത കശുവണ്ടി, ബദാം, തേങ്ങ അതിലൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആ പൊടിയൊക്കെ കൂടിയിട്ട് നമ്മൾ അരി വറുത്തതും എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കുക. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിലൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് നമ്മളതിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കി കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇത് കുറേ കാലം സ്റ്റോർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇപ്പോൾ ഒരുപാട് രോഗങ്ങളുള്ള ഈ സമയത്ത് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കാതിരിക്കാൻ നല്ലോണം ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. രണ്ടെണ്ണം നല്ല ഒരുപാട് ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.